സിഎമ്മും അവന്റെ ബ്രദറും അംബാനിയേക്കാൾ വലിയ ഒരു പണക്കാരനെ സ്വാഗതം ചെയ്യാൻ വന്നതായിരുന്നു. വീട്ടിലെത്തിയ ആ അതിഥിക്ക് അവന്റെ വക രാത്രി ശാപ്പാട് നൽകണം പറഞ്ഞ് ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് തന്റെ കൈകൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ ചെവിയിൽ പാട്ടുപെട്ടി വെക്കുന്നു. അവൻ പാചകം തുടങ്ങിയെങ്കിലും ആരൊക്കെയോ ചേർന്ന് അഖീലയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതൊന്നും അറിയാതെ സ്വർണം കട്ടവൻ ആരപ്പ പാട്ടും കേട്ട് പാചകം ചെയ്ത് കഴിഞ്ഞവൻ അവിടെ ആരെയും കണ്ടില്ല. അവൻ തിരിച്ച് സിഎമ്മിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഒരു ഗുണ്ടപ്പൻ സിഎമ്മിനെ വിളിച്ചത്. തന്റെ ഏട്ടൻ ഗുണ്ടയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചാൽ ഈ പാവപ്പെട്ട പണക്കാരനെ വിട്ടു നൽകാമെന്നായിരുന്നു അവൻ പറഞ്ഞത്. അതിനിടക്ക് ആ പണക്കാരനെ തട്ടിക്കൊണ്ടുപോയത് ആരും അറിയാതിരിക്കാൻ അവന്റെ ഡ്യൂപ്പിനെ കണ്ടുപിടിച്ച് അഖീല സേഫാണെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ആ ചെങ്ങായിയെ രക്ഷിച്ചു കൊണ്ടുവരാൻ മീനാക്ഷി ഇവളുടെ എക്സ് ലവറിനെ കൂട്ടാൻ പോകുന്നു. അവൻ പോലീസിലെ വില്ലാളി വീരനായിരുന്നു, പോലീസുകാരുടെ മണിമുത്ത്. അതിനിടയിലായിരുന്നു അവനെ പോലീസിൽ നിന്നും പുറത്താക്കിയത്. രാജു മീനാക്ഷിയെ കാത്തിരിക്കുമെന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ അവൻ വേറൊരു കല്യാണം കഴിച്ച് 3-4 കുട്ടികളുടെ അച്ഛനായിരുന്നു. രാജുവിനെ ആദ്യം അവന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി പോകുവാൻ അനുവദിച്ചില്ല. ശേഷം കുടുംബസംഗമത്തിന് പോകുന്നത് പോലെ അവർ മൊത്തം അവന്റെ കൂടെ ആ മിഷൻ നടത്താൻ പോകുന്നു. ജയിലിൽ നിന്നും കൊണ്ടുവന്ന ഏട്ടൻ ഗുണ്ടയുമായി അവർ യാത്ര ആരംഭിച്ചു. അതിനിടയിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടാക്കിയ ഭക്ഷണം ഗുണ്ടക്ക് നൽകുന്നതിനിടെ മലപ്പുറത്ത് നിന്നും താഴെ വീണ അവൻ പരലോകത്തെത്തുന്നു. അവൻ മരിച്ചെന്നറിഞ്ഞാൽ അഖിലയെ അവർ കൊന്നുകളയുമായിരുന്നു. അതിനുവേണ്ടി മരിച്ച അവനെ മോഡിഫൈ ചെയ്യുന്നു. വീഡിയോ കോളിൽ വന്ന അനിയൻ അവന്റെ ലുക്ക് കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ശേഷം അവനെയും കൊണ്ട് യാത്ര തുടങ്ങി. അതിനിടയിൽ ചേട്ടൻ ഗുണ്ടയെ കൊല്ലുമെന്ന് പറഞ്ഞ് വേറൊരു ടീം പുറപ്പെടുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ അനിയൻ ഗുണ്ട കുറച്ചു പേരെ ചേട്ടൻ ഗുണ്ടയുടെ അടുത്തേക്ക് അയക്കുന്നു. അങ്ങനെ ചേട്ടൻ ഗുണ്ടയെ കൊല്ലാൻ കുറച്ചു പേർ വന്നെങ്കിലും അനിയൻ ഗുണ്ടയുടെ ആളുകൾ ജീവൻ നൽകി അവനെ രക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ചേട്ടൻ ഗുണ്ട നേരത്തെ മരിച്ചത് കൊണ്ട് തന്നെ രാജു അവൻ വെടികൊണ്ടാണ് മരിച്ചത് എന്ന് വരുത്തി തീർക്കുന്നു. ശേഷം അഖീലയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു.